വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ലെമൺ ചിക്കൻ റൈസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കന് ആദ്യം തന്നെ കുരുമുളക്, ഒറിഗാനോ, കുറച്ച് ഗാർലിക്കും മല്ലിയിലയും ചെറുനാരങ്ങ ജ്യൂസും വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അരി ബസ്മതി റൈസ് ഒന്ന് കുതിർത്ത് വെക്കാം. ആ സമയത്ത് നമുക്ക് ഓയിലിലേക്ക് ബട്ടർ ഇട്ടിട്ട് നമുക്ക് നമ്മളെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് അതായത് നമ്മൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിലേക്ക് 2 ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് അതൊന്ന് അലിയാൻ വേണ്ടിയിട്ട് വെക്കുക. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾക്ക് ഒരു 7-8 ഗാർലിക്ക് ജൂലിയൻ കട്ടായിട്ട് ഇട്ട് കൊടുത്തതും 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിനെ വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. അത് വഴന്ന് വരുന്ന സമയത്തേക്ക് 2 സവാള എടുത്തിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കുരുമുളകും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഒറിഗാനോയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കുക. മറക്കരുത്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ വെക്കാറ്. പിന്നെ അതേപോലെ തന്നെ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ചേർത്ത് പിന്നെ ഉപ്പിട്ടാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഉപ്പിൻ്റെ അളവ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കുക. വെള്ളം തിളച്ച് പിന്നെ അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെന്ത പിന്നെ ഇതിലേക്ക് മല്ലിയിലയോ പാസ്ലയോ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ അടിയിൽ തന്നെ മൊത്തത്തിലായി കത്തിപ്പോവും. ഇതൊരു ജനറൽ ടിപ്പാണ്. അടിപൊളിയായിട്ടുള്ള നമ്മളെ ലെമൺ ചിക്കൻ റൈസ് ഇവിടെ റെഡി. ട്രൈ ചെയ്ത് നോക്കൂ.